വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കാരണവശാലും ആശങ്ക വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എത്രയും വേഗം കൂടുതൽ വിമാനങ്ങൾ ഏർപ്പെടുത്തുവാൻ കേന്ദ്രം തയ്യാറാകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തീവ്ര രോഗബാധിത പ്രദേശങ്ങളിൽ നിന്ന് എത്തുന്നവരുടെ കാര്യത്തിൽ പ്രത്യേകം സമീപനം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് സർവകക്ഷി യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യം പരിഗണിക്കുമെന്നും എന്നാൽ ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്ന സമീപനം സർക്കാർ സ്വീകരിക്കില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ഇത്തരത്തിൽ അന്യനാടുകളിൽ നിന്ന് അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തുന്ന പ്രവാസികൾ സർക്കാർ ക്വാറന്റൈനിൽ കഴിയുവാൻ ഇനി മുതൽ പണം നൽകണമെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. 7 ദിവസം സർക്കാർ ക്വാറന്റൈൻ നിർബന്ധമാണ്. ഇതിന് ഇനി മുതൽ പണം നൽകേണ്ടി വരും. പാവപ്പെട്ടവർക്ക് ഇത് ബുദ്ധിമുട്ടാകില്ല എന്ന ചോദ്യത്തിന് പാവപ്പെട്ടവരും പണം നൽകണമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. നിരവധി പേർ എത്തുന്ന സാഹചര്യത്തിൽ ചെലവ് വഹിക്കാനാവില്ല എന്ന് തന്നെയാണ് സർക്കാർ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം ഇതിനോടകം സംസ്ഥാനത്ത് എത്തി ഇപ്പോൾ ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും ഇത് ബാധകമല്ല എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു. തൊഴിൽ നഷ്ടമായി വിദേശത്ത് നിന്ന് മടങ്ങുന്നവർ ഉൾപ്പെടെ ആർക്കും ഇക്കാര്യത്തിൽ യാതൊരു ഇളവും അനുവദിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കഴിഞ്ഞു. യാത്ര ചെയ്ത് എത്തുന്നവർ ക്വാറന്റൈൻ ചെലവ് കൂടി വഹിക്കണം. ഇതിനാവശ്യമായ തുക എത്രയാണെന്ന് അറിയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. 2.5 ലക്ഷം ക്വാറന്റൈൻ സൗകര്യം ഒരുക്കിയിരുന്നല്ലോ എന്ന ചോദ്യത്തിന് ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഇങ്ങോട്ട് വരുന്നതെന്നും അതിന്റെ ചെലവ് വഹിക്കുവാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല എന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും കൊണ്ടുവരണമെന്നത് ആണ് ആഗ്രഹം. എന്നാൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുവാൻ കഴിയില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് വിദേശത്തും മറ്റ് സംസ്ഥാനങ്ങളിലും ഉള്ളത്. വിസ കാലാവധി കഴിഞ്ഞവർ, വിദ്യാർത്ഥികൾ, ഗർഭിണികൾ, വയോധികർ, അവശത അനുഭവിക്കുന്നവർ എന്നിവർക്ക് മുൻഗണന നൽകണം. മറ്റു സംസ്ഥാനങ്ങളിലുള്ള 3.80 ലക്ഷം പേർ കേരളത്തിലേക്ക് വരാൻ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. 2.16 ലക്ഷം പേർക്ക് പാസ് നൽകുകയും ചെയ്തു. പാസ് ലഭിച്ച 1.01 ലക്ഷം പേർ വന്നിരുന്നു. വിദേശത്ത് നിന്ന് 1.34 ലക്ഷം പേർ തിരികെ വരാൻ രജിസ്റ്റർ ചെയ്തവരാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിമാനത്താവളങ്ങളിൽ നിന്ന് നേരെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയാണ്. ഗർഭിണികളടക്കം പ്രത്യേക സാഹചര്യമുള്ളവരെ മാത്രമാണ് വീടുകളിലേക്കോ ആശുപത്രികളിലേക്കോ മാറ്റുന്നത്. ക്വാറന്റൈൻ ചെലവ് സംസ്ഥാനം വഹിക്കാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നേരത്തെയുള്ള തീരുമാനം. മറ്റിടങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതിന് മുമ്പ് ഇവിടെ ചികിത്സയിലുണ്ടായിരുന്നത് 16 പേർ മാത്രമായിരുന്നു. എന്നാൽ ഇന്നലെ 415 പേരായി ചികിത്സയിൽ. രോഗികളുടെ എണ്ണം സ്വാഭാവികമായി ഇനിയും വർദ്ധിക്കും. മഹാരാഷ്ട്രയിൽ നിന്ന് വന്ന 72 പേർക്കും, തമിഴ്നാട്ടിൽ നിന്നെത്തിയ 71 പേർക്കും, കർണാടകയിൽ നിന്നെത്തിയ 35 പേർക്കും രോഗം സ്ഥിരീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. വിദേശത്ത് നിന്നെത്തിയ 133 പേർക്ക് രോഗബാധ ഉണ്ടാവുകയും ചെയ്തു. UAE-യിൽ നിന്നും കുവൈറ്റിൽ നിന്നും കൂടുതൽ രോഗികൾ ഉണ്ട് താനും. ഇവർ മേഖലയിൽ നിൽക്കുന്നവരെ കരുതലോടെ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.